ഹായ് കൂട്ടുകാരെ, അപ്പോൾ നമുക്കിന്ന് ഒരു പൂങ്കോഴിയെ വരക്കാം. അപ്പോൾ വരക്കാനായിട്ട് ഞാൻ ഈ പിക്ചറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വരക്കാൻ ഉപയോഗിക്കുന്നത് ഒരു പെൻസിൽ, റബ്ബർ, അതുപോലെ തന്നെ ഷാർപ്പനർ. ഏതൊരു രൂപം നമ്മൾ എടുത്താലും അതിലൊരു ബേസിക് ഷേപ്സ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് നമ്മൾ കോഴിയുടെ ആ തലയൊരു ഭാഗം എനിക്കിവിടെ കിട്ടിയിട്ടുള്ളത് ഒരു വൃത്തത്തിൻ്റെ ഷേപ്പിലാണ്. പിന്നെ താഴോട്ട് ത്രികോണം, പിന്നെ ഒരു സ്ക്വയർ. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് വെച്ചിട്ടാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ആദ്യമായിട്ട് നമ്മളിവിടെ ചെറിയൊരു വൃത്തം വരക്കുന്നു. അപ്പം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, ഞാനിവിടെ ചെറിയൊരു വൃത്തം വരച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കോഴിയുടെ തല വരയ്ക്കാനാണ് ഇങ്ങനെ ഒരു വൃത്തം വരച്ചിട്ടുള്ളത്. പിന്നെ നമുക്ക് താഴത്തേക്ക് നമുക്കിവിടെ ഒരു ത്രികോണ ഷേപ്പ് നമുക്ക് കൊണ്ടുവരാം. അപ്പോൾ താഴെയുടെ ആ കോഴിയുടെ ആ കഴുത്തിൻ്റെ ഭാഗം വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ ത്രികോണത്തിൻ്റെ ഒരു ആകൃതി ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ ഒരു ത്രികോണ ആകൃതി ഞാനിവിടെ വരയ്ക്കുകയാണ്. കുറച്ച് നീളത്തോടെ ആ കഴുത്തിൻ്റെ നീളം എത്രയാണോ ആ ഒരു ലെവലിൽ നമ്മൾ ത്രികോണം ഇടുക. അപ്പോൾ ത്രികോണം ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി എന്ത് ചെയ്യുക, ഇനി നമുക്കൊരു ഷേപ്പ്, ആ ഒരു വയറിൻ്റെ ഒക്കെ ഒരു ഭാഗമുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു സ്ക്വയർ ഷേപ്പ് ഇങ്ങനെ വരച്ചെടുക്കാം. സ്ക്വയർ ഷേപ്പ് കുറച്ച് ലോങ് ആയിട്ട് നമുക്കിങ്ങനെ വരച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ സ്ക്വയർ ടൈപ്പ് നമുക്ക് ഏകദേശം കിട്ടിയിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു പെർസ്പെക്റ്റീവ് സ്ക്വയറാണ് നമ്മൾ വരച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ സ്ക്വയറും കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് മുകൾ വശത്തെ ആ വാലിൻ്റെ ഷേപ്പ് നമുക്ക് കൊണ്ടുവരാം. വാലിൻ്റെ ഷേപ്പിനും സെയിം നമ്മളുടെ ഒരു സ്ക്വയർ ഞാൻ ഇവിടെ വരയ്ക്കുകയാണ്. മുകളിലോട്ടുള്ള പൂങ്കോഴിയുടെ വാല് വരയ്ക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു സ്ക്വയർ ഷേപ്പ് ഞാനിവിടെ വരച്ചെടുക്കുന്നു. അപ്പോൾ ഇതുപോലെ നിങ്ങൾ പേപ്പർ വെച്ചിട്ട് നിങ്ങൾ സെയിം പ്രോസസ്സിൽ വരയ്ക്കുക, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വരയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് എവിടെയും തെറ്റിപ്പോകാം. ഇനി നമുക്ക് പൂങ്കോഴിയുടെ മുകൾ വശത്തേക്ക് കിടക്കാം. പൂങ്കോഴിയുടെ ആ തലയുടെ ഷേപ്പ് നമുക്ക് വരച്ചെടുക്കാം. ഓൾറെഡി നമ്മൾ വൃത്തം വരച്ചിട്ടുണ്ട്. ആ വൃത്തത്തിൽ നിന്നാണ് നമുക്ക് ഇവിടെ ഷേപ്പ് കൊണ്ടുവരേണ്ടത്. അപ്പോൾ തലയുടെ ഭാഗം, അതുപോലെ തന്നെ ആ കഴുത്തിൻ്റെ ഭാഗം കുറച്ച് വെളിയിലോട്ട് വന്നുകൊണ്ട് ആ ത്രികോണത്തിൽ നിന്ന് കുറച്ച് വെളിയിലേക്ക് എടുക്കുന്നു. പിന്നെ നമ്മൾ കൊക്ക് വരയ്ക്കുക. കോഴിയുടെ കൊക്ക് ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ കൊടുക്കുക. അപ്പോൾ നമ്മളെ കോഴിയുടെ ഫസ്റ്റ് കൊക്ക് ഏകദേശം നമുക്ക് റെഡി ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് കിടക്കാം കോഴിയുടെ മുകളിലെ ആ ഒരു ഭാഗം, ആ ഒരു പൂവിൻ്റെ ഷേപ്പ് നമുക്കിങ്ങനെ വരച്ചെടുക്കാം. നല്ല രീതിയിൽ നമുക്ക് വരച്ചെടുക്കാം. അങ്ങനെ ആ ഒരു ഷേപ്പിൽ നമുക്ക് പതുക്കെ നോക്കിയിട്ട് അതേ ലെവലിൽ നമ്മൾ ഇവിടെ വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ സ്റ്റെപ്പായിട്ട് വരച്ച് പഠിക്കുക. അപ്പോൾ ഏകദേശം നമ്മൾ ആ പൂവും നമുക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ആ കഴുത്തിൻ്റെ ഭാഗം ജസ്റ്റ് ഡാർക്ക് ചെയ്യാം. അപ്പോൾ എന്നാലും നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ. അപ്പോൾ നമുക്ക് ആ കഴുത്തിൻ്റെ ഭാഗം നമുക്ക് ഏകദേശം ആ സൈഡ് നമുക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കൊക്കിൻ്റെ ഭാഗം, അതുപോലെ തന്നെ ഉള്ളിലെ കണ്ണും നമുക്ക് വരച്ചെടുക്കാം. കോഴിയുടെ കണ്ണ് സെൻറ്ററായിട്ട് നമ്മൾ ഇവിടെ വരച്ചെടുക്കുകയാണ്. ഫസ്റ്റായിട്ട് ചെറിയൊരു വൃത്തം ഇട്ട് അതിനുശേഷം ഉള്ളിൽ ചെറിയൊരു ഡോട്ട്. അപ്പോൾ നമുക്ക് പൂവൻ കോഴിയുടെ നമുക്ക് കണ്ണ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി എന്താണ് ചെയ്യാന്ന് വെച്ചാൽ കുറച്ച് ഡീറ്റെയിൽസ് ജസ്റ്റ് ഒന്ന് ഒരു ഔട്ട്ലൈൻ ഇടുക. വരകളൊക്കെ ഉണ്ട്, അപ്പോൾ നമ്മൾ മാർക്ക് ചെയ്യുക. പിന്നെ നമ്മൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യുക, താഴത്തേക്ക് തൂങ്ങി നിൽക്കുന്ന ആ ഒരു പൂങ്കോഴിയുടെ ആ ഒരു പൂവ് നമ്മൾ വരച്ചെടുക്കേണ്ടതുണ്ട്. ആ കൊക്കിൻ്റെ ഭാഗം ഞാനിവിടെ വരച്ചതിന് ശേഷം ഞാനിവിടെ പൂവിൻ്റെ ഭാഗം ഞാനിവിടെ വരയ്ക്കുകയാണ്. അപ്പോൾ ഇവിടെ 2 പൂവ് ഇങ്ങനെ തൂങ്ങിക്കിടക്കുകയാണ് പൂങ്കോഴിയുടെ. അപ്പോൾ അത് നമ്മൾ കറക്റ്റായിട്ട് വരച്ചെടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ 2 പൂവും എനിക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ താഴത്തേക്കുള്ള ആ ഒരു ഭാഗമാണ്. അപ്പോൾ താഴത്തേക്കുള്ള ഭാഗം എന്ന് വെച്ചാൽ കുറച്ചൊന്ന് ഉന്തി നിൽക്കുന്ന ഭാഗമായതുകൊണ്ട് നമ്മൾ അതുപോലെ ആ ഒരു ഷേപ്പ് നമുക്ക് കറക്റ്റായിട്ട് എടുത്തു വരിക. അപ്പോൾ ഇങ്ങനെ ഈ ഒരു മെത്തേഡിൽ നിങ്ങൾക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് പൂങ്കോഴിയെ വരക്കാൻ പറ്റുന്നതായിരിക്കും. പിന്നെ ഞാൻ എന്താ വെച്ചാൽ കുറച്ച് ആ പൂങ്കോഴിയുടെ ആ തൂവലൊക്കെ ഞാനിവിടെ ജസ്റ്റ് ഒന്ന് വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ലൈറ്റായിട്ട്. പിന്നെ അതുപോലെ തന്നെ പിറകിലോട്ട് പോകുന്ന ആ വാലുകളും, ആ വളഞ്ഞു പോകുന്ന ആ വാല് ഞാനിവിടെ കറക്റ്റായിട്ട് വരച്ചെടുക്കുകയാണ്. സ്ക്വയറിൽ നിന്ന് കുറച്ചായിട്ട് തള്ളി നിൽക്കും. അതെന്ന് വെച്ചാൽ ആ ഷേപ്പ് റൗണ്ട് ആയതുകൊണ്ട് കുറച്ചൊരു ഷേപ്പ് നമുക്ക് വെളിയിലെടുക്കേണ്ടതുണ്ട്. പിന്നെ ആ സ്ക്വയറിൻ്റെ ഉള്ളിൽ ടച്ച് ചെയ്യുന്നതുകൊണ്ട് തന്നെ രണ്ടാമത്തെ വാല് ഞാൻ വളച്ച് വരയ്ക്കുന്നു. പിന്നെ മൂന്നാമത്തെ വാല് ഞാൻ അതുപോലെ തന്നെ വരച്ചെടുക്കുന്നു.
പിന്നെ നാലാമത്തെ, നിങ്ങൾ ശ്രദ്ധിക്കുക, മുകളിൽ നിന്ന് താഴോട്ട് വരുമ്പോൾ ആ വാലിൻ്റെ റൗണ്ട് ഷേപ്പ് നമുക്ക് കുറഞ്ഞു കുറഞ്ഞ് വരുന്നതായിരിക്കും. അപ്പോൾ മുകളിൽ നമുക്ക് അധികമായിട്ടുണ്ടാവും, പിന്നെ താഴെ വരുമ്പോൾ നമുക്ക് കുറഞ്ഞു കുറഞ്ഞ് വരും. അപ്പോൾ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക, ആ ഒരു ഷേപ്പും അതുപോലെ തന്നെ കർവ്സൊക്കെ നോക്കിയിട്ട് വരയ്ക്കുക. പിന്നെ താഴത്തേക്ക് കിടക്കുകയാണ് ഒരു ഷേപ്പ്, ഒരു വയറ് കുറച്ച് വീർത്ത ഒരു ഷേപ്പ് നമ്മൾ വരച്ചിട്ട്, പിന്നെ നമുക്ക് കാല് വരുന്നത് നോക്കുക. അതുപോലെ തന്നെ കുറച്ച് തൂവലുണ്ട്, തൂങ്ങി നിൽക്കുന്ന തൂവലുണ്ട്. അപ്പോൾ അത് ഞാൻ വരയ്ക്കുകയാണ്. കോഴിയുടെ ആ തൂങ്ങി നിൽക്കുന്ന തൂവൽ ഞാനിവിടെ വരച്ചെടുക്കുകയാണ്. അപ്പോൾ പതുക്കെ അതും വരച്ചെടുക്കുക. പിന്നെ ബാക്കി ബാലൻസ് വാല് നമ്മൾ വരയ്ക്കുകയാണ്. വാലിൻ്റെ പൂവും അതുപോലെ തന്നെ എങ്ങോട്ടൊക്കെയാണോ പോയി നിൽക്കുന്നത് അതൊക്കെ നമ്മൾ വരച്ചെടുക്കുന്നു, കറക്റ്റായിട്ട് നമ്മൾ വരച്ചെടുക്കുന്നു. പിന്നെ നമുക്ക് വേണ്ട വെച്ചാൽ ആ കാലിൻ്റെ ഭാഗമാണ്. അപ്പോൾ കാലിൻ്റെ ഭാഗം നിങ്ങൾ ശ്രദ്ധിക്കുക. എപ്പോഴും നമ്മൾ കാലിൻ്റെ ഭാഗം വരുന്നത് വെച്ചാൽ നമ്മൾ ആ രണ്ട് കഴുത്തിൻ്റെയും വാലിൻ്റെയും സെൻറ്ററിൽ ആയിരിക്കും ആ കാലും വരുന്നത്. അപ്പോൾ കാലിൻ്റെ പോർഷൻസ് മാറാതെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഒരു കാലം മുന്നോട്ട് വെച്ചിട്ടുള്ള പിക്ചർ ആയതുകൊണ്ട് അപ്പോൾ അങ്ങനെ അതുപോലെ തന്നെ ഒരു കാലം മുന്നോട്ട് വെച്ചിട്ട് നമ്മളിവിടെ വരയ്ക്കുകയാണ്. അപ്പോൾ ഇതിൽ കാലിൽ നമുക്ക് ടോട്ടൽ 4 വിരലാണുള്ളത്. അത് കറക്റ്റായിട്ട് നമ്മൾ കോഴിയുടെ 4 വിരലും വരച്ചെടുക്കുക. അതുപോലെ തന്നെ ആ ഒരു നഖവും നമ്മളിവിടെ വരയ്ക്കുകയാണ്. കറക്റ്റായിട്ട് ആ നഖവും ഞാനിവിടെ വരച്ചിട്ടുണ്ട്. പിന്നെ പിറകിലെ കാല് കുറച്ച് ചെറുതായിരിക്കും, എന്ന് വെച്ചാൽ നമ്മളിവിടെ നിന്ന് നോക്കുമ്പോൾ ആ ഒരു ലെവലിലായിരിക്കും കാണുക നമ്മൾ. അപ്പോൾ അങ്ങനെ വരയ്ക്കുക. പെർസ്പെക്റ്റീവ് ഡ്രോയിങ്സ് എന്നാണ് പറയുന്നത്. ആ ഒരു കാലിൻ്റെ ലെവല് പിറകിലോട്ട് പോകുന്നതോറും നമുക്കത് ചെറുതായിട്ട് നമുക്ക് കണ്ണിൽ കാണും. പിന്നെ നമുക്ക് ജസ്റ്റ് ഒരു ഷെയ്ഡിങ്സ് കൊടുക്കാം. മുകളിലോട്ടുള്ള കോഴിയുടെ ആ പൂവ് ഞാൻ ജസ്റ്റ് ഒരു ഡാർക്ക്നെസ് കൊടുക്കുകയാണ്, കട്ടി കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു കാണാൻ നല്ലൊരു ലുക്ക് വരുന്നതായിരിക്കും. പിന്നെ ഞാനിവിടെ കൊക്കിൻ്റെ ഷേപ്പ് ഞാൻ വരച്ചു, കുറച്ച് ഡാർക്ക് ചെയ്തു. കൊക്കും ഞാനിവിടെ ഡാർക്ക് ചെയ്തിട്ടുണ്ട്, പെൻസിൽ വെച്ചിട്ട് കുറച്ച് ഡാർക്ക് ചെയ്തു. അതുപോലെ തന്നെ കണ്ണ് ഡാർക്ക് ചെയ്തു. അതുപോലെ തന്നെ താഴത്തേക്ക് തൂങ്ങി നിൽക്കുന്ന ആ പൂവും നമ്മൾ ഡാർക്ക് ചെയ്തെടുത്തു. ഇനി ഞാൻ കുറച്ച് ഷെയ്ഡിങ്സ് ചെയ്യുന്നതായിരിക്കും. ആ പൂവും അതുപോലെ തന്നെ നമ്മളെ തൂവലൊക്കെ ഞാനിവിടെ ജസ്റ്റ് ഒരു ഷെയ്ഡിങ്സ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഫസ്റ്റ് നമ്മൾ ആ ബേസിക് ഷേപ്പ് ഞാനിവിടെ കുറച്ച് ഡാർക്ക് ചെയ്യുന്നു. അപ്പം നിങ്ങൾ നോക്കുക. അപ്പോൾ ഇതുപോലെ പെൻസിൽ ഡ്രോയിങ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു റിസൾട്ടായിരിക്കും നിങ്ങൾക്ക് കിട്ടുക. ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ ബേസിക്കായിട്ട് നിങ്ങൾ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ ഞാനിവിടെ പ്രോ ലെവലിൽ ഞാനിവിടെ ഷെയ്ഡിങ്സ് ചെയ്തിട്ടുണ്ട്. റിയലിസ്റ്റിക് ഡ്രോയിങ്ങൊക്കെ എൻ്റെ ചാനലിൽ കുറേ ഉണ്ട്. അപ്പോൾ ഇത് ബേസിക്കായിട്ടുള്ള ബിഗിനേഴ്സിനൊക്കെ പഠിക്കാനായിട്ടുള്ളൊരു ട്യൂട്ടോറിയലാണ്. എങ്ങനെ ഷെയ്ഡിങ് ചെയ്യാം, ജസ്റ്റ് ഷെയ്ഡിങ്സ് എങ്ങനെയാണ് ഞാൻ ഷെയ്ഡിങ് ചെയ്യുമെന്ന് നോക്കുക. ഫസ്റ്റ് ഞാനിവിടെ ഡാർക്ക് ചെയ്യും, ഡാർക്ക് വാല്യൂ ഞാൻ ചെയ്യും. പിന്നെ നമ്മൾ ലൈറ്റ് ഷെയ്ഡായിട്ട് കൊടുക്കും. അപ്പോൾ എപ്പോഴും നിങ്ങൾ ചിത്രം വരയ്ക്കുമ്പോൾ ഷെയ്ഡിങ്സ് എങ്ങനെയാണ് ചെയ്യുന്നത് വെച്ചാൽ ഒരു സൈഡ് നമുക്ക് എപ്പോഴും ഡാർക്കായിരിക്കും, ഒരു സൈഡ് നമുക്ക് എപ്പോഴും ലൈറ്റ് ആയിരിക്കും. എന്നുവെച്ചാൽ നമുക്ക് പ്രകാശം എവിടെ നിന്നാണോ വരുന്നത് ആ ഒരു ഭാഗത്ത് നമുക്ക് ലൈറ്റ് അനുഭവപ്പെടുന്നതായിരിക്കും. അതുപോലെ തന്നെ പ്രകാശം ഇല്ലാത്ത ഭാഗം നമുക്ക് ഡാർക്കായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് 3D ലുക്ക് കിട്ടും. ഇപ്പോൾ ഞാനിപ്പോൾ നോക്കുക, ഈ തൂവലൊക്കെ വരക്കുന്നതും ഞാൻ ഒരു ഭാഗം കുറച്ച് ഡാർക്കാണ്, മുകളിലത്തെ ഭാഗം കുറച്ച് ഡാർക്കായിട്ടാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ബാക്കിയുള്ള ഭാഗം കുറച്ച് ലൈറ്റായിട്ട് ചെയ്യുന്നു. അപ്പോൾ ഇതുപോലെ ഞാൻ ഇവിടെ ജസ്റ്റ് തൂവൽ ഇങ്ങനെ വരച്ചെടുക്കുന്നു. പൂവങ്കോഴിയുടെ തൂവൽ, ആ കഴുത്തിൻ്റെ ഭാഗത്തെ തൂവൽ ഞാൻ വരച്ചിട്ടുണ്ട്. പിന്നെ എന്താണെന്ന് ചെയ്യാന്ന് വെച്ചാൽ ആ താഴത്തേക്ക് നിൽക്കുന്ന തൂങ്ങി നിൽക്കുന്ന കുറച്ച് തൂവൽസും ഞാനിവിടെ വരയ്ക്കുകയാണ്. അതുപോലെ തന്നെ വയറ് വീർത്തൊരു ഭാഗം ഞാനിവിടെ ഷെയ്ഡ് ചെയ്യാണ്. ഇപ്പോൾ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും ഞാനിവിടെ ഷെയ്ഡ് ചെയ്യുന്നത്. ഈ അടിയിലെ ഭാഗം ഞാൻ കുറച്ച് ഡാർക്കായിട്ട് കൊടുക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ തൂവൽ മറഞ്ഞിട്ടുള്ള ഒരു ഷെയ്ഡിങ് ആണ്, അവിടെ കുറച്ച് ഡാർക്കായിട്ട് കൊടുക്കുക. പിന്നെ മുകളിലോട്ട് വരുന്തോറും നമ്മൾ കുറച്ച് ലൈറ്റായിട്ട് നമ്മൾ അധികം പ്രസ് ചെയ്യാതെ, പെൻസിൽ അധികം പ്രസ് ചെയ്യാതെ ലൈറ്റായിട്ട് വേണം നമ്മൾ ഇവിടെ ഷെയ്ഡ് ചെയ്തെടുക്കാൻ. നിങ്ങൾ ശ്രദ്ധിക്കുക, ഞാനിവിടെ ഡാർക്കായിട്ട് കൊടുത്തു. എന്തെന്ന് വെച്ചാൽ നമ്മൾ മുകളിലത്തെ തൂവൽ മറഞ്ഞിട്ടുള്ള ആ ഇരുട്ട് കാണിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ പതുക്കെ ഷെയ്ഡ് ചെയ്തെടുക്കുക, ലൈറ്റായിട്ട് ഷെയ്ഡ് ചെയ്യുക. നമ്മളിപ്പോൾ അടുത്തടുത്ത് വെച്ചിട്ട് വേണം നമ്മൾ ഷെയ്ഡ് ചെയ്യാൻ. പതുക്കെ ഷെയ്ഡ് ചെയ്യുക. പതുക്കെ ഞാനിവിടെ ഷെയ്ഡ് ചെയ്ത് ആ ഷേപ്പും അതുപോലെ തന്നെ ആ ലൈറ്റ്നെസ് ഷെയ്ഡ് ഞാനിവിടെ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആ വയറിൻ്റെ ഭാഗം ഞാനിവിടെ ഷെയ്ഡ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ആ ചെവിളപ്പൂവിൻ്റെ
പൂങ്കോഴിയുടെ പൂവിൻ്റെ ഭാഗം ഞാൻ ഇവിടെ ഡാർക്ക് കണ്ടോ, മുകളിൽ നമുക്ക് ഡാർക്ക്നെസ് വാല്യൂ ഉണ്ട്, അതുപോലെ ലൈറ്റ്നെസ് വാല്യൂ ഉണ്ട്. പിന്നെ ബാക്കി വരുന്ന കോഴിയുടെ വാല് ഞാനിവിടെ ഡാർക്ക് ചെയ്യുന്നു. വാല് ഫുള്ളായിട്ട് ഞാൻ ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ ഇട്ടിട്ട് ഡാർക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആ കോഴിയുടെ വാല് ഞാൻ ഇവിടെ ഡാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഉള്ളിലത്തെ ചെറിയ ചെറിയ തൂവൽ നമ്മൾ ചെറുങ്ങനെ ഇവിടെ വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. റൗണ്ട് ഷേപ്പായിട്ട് ചെറുങ്ങനെ വരയ്ക്കുക. അപ്പോൾ അത് നമ്മൾ റെഡി ആയിട്ടുണ്ട്. പിന്നെ ആ പൂവിൻ്റെ ഭാഗം, അതുപോലെ തന്നെ ഉള്ളിലത്തെ കുറച്ച് ഭാഗം ഞാനിവിടെ ഷെയ്ഡ് ചെയ്യുന്നു. പിന്നെ കാലിൻ്റെ ഭാഗത്ത് കിടക്കുകയാണ്. കാലിൻ്റെ ഭാഗത്ത് ഒരു കട്ടിങ്സ് നമ്മളിങ്ങനെ ജസ്റ്റ് ഓരോരോ മാർക്ക് ചെയ്തിടുക, ലൈനായിട്ട് മാർക്ക് ചെയ്തിടുക. ഒരു സൈഡ് നമുക്ക് വൈറ്റായിട്ട് ഇടുക, ഒരു സൈഡ് നമുക്ക് ഡാർക്കായിട്ട് എടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മളെ നഖത്തിൻ്റെ ഭാഗം അതുപോലെ തന്നെ വിരലിൻ്റെ ഭാഗമൊക്കെ നമ്മൾ ജസ്റ്റ് ഇതേ മെത്തേഡിൽ നമ്മൾ ചെയ്യുക. വൺ സൈഡ് ഡാർക്ക്, വൺ സൈഡ് ലൈറ്റായിട്ട്. അപ്പോൾ നമുക്ക് അതും ഏകദേശം നമ്മളെ കാലും ഏകദേശം നമുക്ക് റെഡി ആയിട്ടുണ്ട്. പിന്നെ മുകളിലത്തെ തൂവൽ കിടക്കാം. തൂവൽ നമുക്ക് സെയിം പ്രോസസ്സാണ്. താഴെ നിന്ന് വരുമ്പോൾ കുറച്ച് ഡാർക്ക്, മുകളിലോട്ട് പോകുമ്പോൾ കുറച്ച് ലൈറ്റ്. എന്ന് വെച്ചാൽ താഴെ കുറച്ച് ഇരുട്ടായിരിക്കും, പിന്നെ മുകളിലോട്ട് പ്രകാശം വരുന്ന ഭാഗത്ത് നമ്മൾ ലൈറ്റായിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മളങ്ങനെ ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. മുകളിലത്തെ തൂവലൊക്കെ പതുക്കെ സൂപ്പറായിട്ട് നമ്മളുടെ ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് ജസ്റ്റ് ഒരു ഷെയ്ഡിങ് ചെയ്യുക. പിന്നെ എന്താണെന്ന് വെച്ചാൽ ആ നഖമൊക്കെ ഒന്ന് ജസ്റ്റ് ഒരു ഡാർക്ക്നെസ് ചെയ്യുക. അതുപോലെ തന്നെ വിരലും നഖങ്ങളും ഒന്ന് ജസ്റ്റ് പെൻസിൽ വെച്ചിട്ട് നമ്മൾ ഡാർക്ക് ചെയ്തെടുക്കുക. പിന്നെ ഞാൻ ഇവിടെ താഴെ കുറച്ച് പുല്ല് ഞാനിവിടെ വരച്ചെടുക്കുന്നുണ്ട്. കോഴി നിൽക്കുന്ന കുറച്ച് സ്ഥലം ജസ്റ്റ് ഒരു പുല്ല് നമുക്കിങ്ങോട്ട് വരച്ചെടുക്കാം. അപ്പോൾ ഏകദേശം നമ്മളെ പൂങ്കോഴി നമ്മളെ റെഡിയാകാൻ പോവുകയാണ്. അപ്പോൾ പുല്ലൊക്കെ വരച്ചിട്ട് നമുക്ക് നല്ലൊരു ലുക്കാണ് കിട്ടുന്നത്. ഫൈനൽ ലുക്ക് വെച്ചാൽ ഒരു അടിപൊളി ലുക്കാണ്. അപ്പോൾ ഞാനിവിടെ റൈറ്റ് സൈഡിലുള്ള നിങ്ങൾ പിക്ചർ കാണാൻ പറ്റും. ഞാനിത് റിയലിസ്റ്റിക് ഡ്രോയിങ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതുവരെ എനിക്ക് തീർക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഫസ്റ്റ് ബിഗിനേഴ്സിനുള്ള ഡ്രോയിങ് ആണ്, ഷെയ്ഡിങ്സ്. ഇത് വെച്ചാൽ കുറച്ച് പ്രോ ലെവലിൽ ചെയ്യാനുള്ള ഒരു ഷെയ്ഡിങ്സ് ആയിരിക്കും. അപ്പോൾ ഇതിൽ നിന്ന് ഇതിലേക്കുള്ള നിങ്ങൾക്കുള്ള ക്ലാസ്സുകൾ ഉറപ്പായും ഉണ്ടാകുന്നതായിരിക്കും. അപ്പോൾ ഓൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇതെങ്ങനെ ഷെയ്ഡ് ചെയ്യാനുള്ള വീഡിയോ എൻ്റെ യൂട്യൂബ് ചാനലുണ്ട്. അപ്പോൾ ഇതുവരെ കാണാത്ത കൂട്ടുകാരാണ് ഉറപ്പായും കാണുക, കണ്ടിട്ട് അഭിപ്രായം പറയുക. ഈ വീഡിയോ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾക്ക് ഉറപ്പായും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.